സാംസങ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സാംസങ് ഗാലക്സി M30-യുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സാംസങ്ങിന്റെ ബജറ്റ് ഫോൺസിൽ M സീരീസ് കൊണ്ടുവന്നിരുന്നു, M10, M20. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടുള്ള M30 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഫെബ്രുവരി 27 കൂടി തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഫെബ്രുവരി 27 എന്ന് പറയുമ്പോൾ 28 ഷവോമിയുടെ മോസ്റ്റ് എവേറ്റ് ആയിട്ടുള്ള ഫോൺ റെഡ്മി നോട്ട് 7 48 മെഗാ പിക്സൽ ക്യാമറ ആയിട്ടൊക്കെ വരുന്ന റെഡ്മി നോട്ട് 7 ഫെബ്രുവരി 28 ഇന്ത്യയിൽ ലോഞ്ച് ആകും. അതിന്റെ തൊട്ട് തലേ ദിവസം ഫെബ്രുവരി 27 ഈ പറയുന്ന ഗാലക്സി M30 ലോഞ്ച് ആകും എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നോട്ട് 7 കമ്പയർ ചെയ്യാൻ പറ്റുന്ന, നോട്ട് 7 കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ഗാലക്സി M30 എന്ന് പറയുന്നത്. നോട്ട് 7 മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ബജറ്റ് ഫോൺസിൽ റൂൾ ചെയ്യുന്ന അസ്യൂസ് അല്ലെങ്കിൽ റിയൽമി അല്ലെങ്കിൽ ഷവോമിയുടെ തന്നെ മറ്റ് ഫോൺസോട്ടൊക്കെ തീർച്ചയായിട്ടും കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു ഫോൺ തന്നെയാണ് ഗാലക്സി M30 എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ സാംസങ് ഗാലക്സി M30യുടെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ചില സ്പെസിഫിക്കേഷൻസും ചില ഫീച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കുക. ഇനി എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കൊണ്ടുവരുന്ന പുതിയ ക്യാമറ സെറ്റപ്പ് ആണ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. സാംസങ്ങിനെ സംബന്ധിച്ച് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്ന പുതിയൊരു കാര്യമല്ല. നമ്മൾ ഗാലക്സി A7 എന്ന് പറയുന്ന മോഡലിൽ, അവരുടെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി A7 എന്ന് പറയുന്ന മോഡലിൽ ട്രിപ്പിൾ ക്യാമറ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ സാംസങ് എന്നൊരു ബ്രാൻഡിന്റെ ബജറ്റ് സ്മാർട്ട് ഫോൺസിൽ ആദ്യത്തെ ഒരു സ്മാർട്ട് ഫോൺ, ട്രിപ്പിൾ ക്യാമറ കൺസെപ്റ്റോട് കൂടി ആദ്യത്തെ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് M30 പറയാനായിട്ട് സാധിക്കും. അതായത് M30 എന്ന് പറയുന്ന ഈ ഒരു മോഡലിലൂടെ ബജറ്റ് സെഗ്മെന്റിൽ സാംസങ് ട്രിപ്പിൾ ക്യാമറ കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. ഇതിന്റെ ക്യാമറ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 13 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സൽ പ്ലസ് 5 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയാണ് സാംസങ് ഇതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയാണ്. നമ്മൾ ഗാലക്സി M20 കണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു ബാറ്ററി തന്നെയാണ് M20 കൊടുത്തിരുന്നത്. അതേ രീതിയിൽ തന്നെ 5000 mAh ഒരു ബാറ്ററി തന്നെയായിരിക്കും ഗാലക്സി M30 വരാൻ വന്നത്. M20 അത്യാവശ്യം നല്ലൊരു ബൾക്കിയ ഡിസൈൻ തന്നെയായിരുന്നു അതിൽ വന്നിട്ടുള്ളത്. അപ്പം M30 ഈ ഒരു ബാറ്ററി സൈസ് കാരണം അതിനും ഒരു ബൾക്കിയ ഡിസൈൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അറിയാൻ സാധിച്ചത്. എനിവേ എന്തായാലും 5000 mAh ഒരു ബാറ്ററിയാണ് സാംസങ് ഗാലക്സി M30 വരുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്ന പ്രൊസസർ Exynos 7904 ആണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊസസർ ഓപ്റ്റ് ചെയ്യായിരുന്നു, പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം 80% മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസറാണ് M30 ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സാംസങ് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവങ്ങൾ, ഈ പബ്ജി അല്ലെങ്കിൽ ഫോർട്നൈറ്റ് പോലുള്ള ഗെയിംസുകളൊക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസസർ, ഒരു പെർഫോമൻസ് തന്നെ ഫോണിനുണ്ട് എന്നാണ് സാംസങ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് M30 എന്ന് പറയുന്ന മോഡൽ. ഇനി ഇത് രണ്ട് വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്, 4GB 64GB വേരിയന്റ്, അതുപോലെ തന്നെ 6GB 128GB വേരിയന്റ്. ഇങ്ങനെ രണ്ട് വേരിയന്റിൽ ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആകും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഇതിന്റെ പ്രൈസ് വരുന്നത്, ഇതിന്റെ ഇന്ത്യൻ മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഏകദേശം 15000 രൂപ ബജറ്റിലായിരിക്കും. സാംസങ് M സീരീസിലെ മറ്റു ഫോൺസിന്റെ പോലെ തന്നെ ഈ ഒരു ഫോൺ നമുക്ക് ആമസോണിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അവസാനമായിട്ടുള്ള ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫോണിന്റെ കോമ്പറ്റീഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് സ്മാർട്ട് ഫോൺസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് M30 എന്ന് പറയുന്ന മോഡൽ. ഞാൻ ആദ്യം പറഞ്ഞ റെഡ്മി നോട്ട് 7 എന്ന് പറയുന്നത് 48 മെഗാ പിക്സൽ ക്യാമറ കൊടുക്കുന്ന, അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ കൊടുക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മി നോട്ട് 7 എന്ന് പറയുന്നത്. M30യുടെ ഒരു വലിയ കോമ്പീറ്റർ തന്നെയായിരിക്കും റെഡ്മി നോട്ട് 7 എന്ന് പറയുന്നത്. റെഡ്മി നോട്ട് 7 മാത്രമല്ല, ഷവോമിയുടെ തന്നെ MI A2, അതുപോലെ Asus Zenfone Max Pro M2, അങ്ങനെ ഒരുപാട് മോഡൽസുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു മോഡലാണ് ഗാലക്സി M30 എന്ന് പറയുന്ന മോഡൽ. തീർച്ചയായിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആയി കഴിയുമ്പോൾ ഒരുപാട് മോഡൽസ്, ഇപ്പോൾ നിലവിലുള്ള ബജറ്റ് സ്മാർട്ട് ഫോൺസിൽ കിങ്സ് എന്ന് പറയുന്ന ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അവരുമായിട്ടെല്ലാം തന്നെ കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു മോഡൽ തന്നെയാണ് M30 എന്ന് പറയുന്നത്. നിലവിലുള്ള മറ്റ് സ്മാർട്ട് ഫോൺസിനോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ കിടിലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മറ്റ് ഫോൺസ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, ഈ ഷവോമി അല്ലെങ്കിൽ വിവോ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്കും സാംസങ് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ് M30 എന്ന് പറയുന്നത്. സാംസങ്ങിന്റെ ബജറ്റ് ഫോൺസിൽ സാധാരണ കണ്ടുവരുന്ന ഹാങ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹാങ്ങിങ് പ്രോബ്ലംസോ ഒന്നും M30 എന്ന് പറയുന്ന മോഡലിൽ ഉണ്ടാവുകയില്ല. ആ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അപ്പോൾ M30 സംബന്ധിച്ച് തീർച്ചയായിട്ടും വലിയ രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഒരു മോഡൽ തന്നെയാണ്. എനിവേ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള ചുമ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ മീൻസ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കട്ടെ. കാര്യം നമുക്ക് അധികം പേരും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അധികം പേര്. അതുകൊണ്ട് വീഡിയോസ് അധികം ആൾക്കാരായിട്ട് റീച്ച് കിട്ടുന്നത്. ഞാനും എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്ന ഒരാൾ താഴെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്തേക്കുക. ഇനി ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എനിവേ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ പുതിയൊരു ടെക്നോളജി കണ്ടന്റുമായി കാണാം. Till then we meet. This is Samuel.